ഹലോ ഗായ്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് NTA അഭ്യാസ പേപ്പറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലത്തെ ഒരു പേപ്പറിലെ കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പേപ്പർ 70 കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് നല്ലൊരു ആവറേജിന് മീതെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: A gun fire bullets each of mass 1 gram with velocity 10 meter per second by exerting a constant force of 5 gram weight. Then the number of bullets fired per second is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാവർക്കും മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. ഒരു ഗണ്ണുണ്ട്, അത് ബുള്ളറ്റ്സ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗ്രാം മാസാണ് ബുള്ളറ്റിൻ്റെ. അതിന് വെലോസിറ്റി കിട്ടുന്നത്, മസിൽ വെലോസിറ്റി ഒക്കെ കിട്ടുന്നത് അതിന് 10 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കിട്ടുന്നുണ്ട്, അത് 5 ഗ്രാം വെയിറ്റ് ആണ്. അപ്പോൾ ഈ 5 ഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രാം ഇൻറ്റു ജി, റൈറ്റ്? ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ 5നെ നമ്മൾ kg ആക്കും, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് നമുക്ക് നോക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നിട്ട്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട് 5 ഗ്രാം വെയിറ്റ്, അതായത് ഈ 5 ഗ്രാമിനെ kgയിലേക്ക് ആക്കുമ്പോൾ 1000 ചെയ്തിട്ട് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് 5/100 ന്യൂട്ടൺ ഫോഴ്സാണ് ഓരോ ബുള്ളറ്റിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഫോഴ്സിന് നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓർ ഇമ്പൾസ് പെർ യൂണിറ്റ് ടൈം. ഇമ്പൾസ് ഇമ്പാർട്ടഡ് പെർ യൂണിറ്റ് ടൈം ഓർ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ യൂണിറ്റ് ടൈം. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ MV ആണ്, മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി. എത്ര ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് പോകുന്നുണ്ട്? N ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്. അപ്പോൾ N/T ഇൻറ്റു MV, അതായിരിക്കും ഇവിടുത്തെ ഫോഴ്സ്. സോ നമുക്ക് അതിൽ നിന്ന് N ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി N കണ്ടുപിടിക്കാൻ മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ആൻഡ് അതിൻ്റെ ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ N കണ്ടുപിടിക്കാൻ അത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ എല്ലാവർക്കും ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിലേക്ക് അധികം പോവില്ല, നമ്മൾ ഈ കോൺസെപ്റ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം, റൈറ്റ്? ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ സാധാരണമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ബട്ട് കുറച്ചൊക്കെ പേര് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എ ബോൾ കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് ബോക്സ് മൂവ്സ് ഇൻ ദ ബോക്സ് മേക്കിംഗ് കൊലീഷൻസ് വിത്ത് ദ വാൾസ്. ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ബോളുണ്ട്, ആ ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ബോക്സായിട്ട് കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും ഇടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ ബോക്സൊക്കെ വെച്ചാണത് സ്മൂത്ത് സർഫേസിലാണ്. പിന്നെ ചോദിച്ചത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചതാണ്, റൈറ്റ്? സെൻറ്റർ ഓഫ് മാസിന് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. സെൻറ്റർ ഓഫ് മാസ്, സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ഒരു മാറ്റവും വരില്ല. ഇൻറ്റേർണൽ ഫോഴ്സസ് ഉണ്ടാവും, പക്ഷെ അത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ അഫക്റ്റ് ചെയ്യില്ല. ഇൻറ്റേർണൽ ഫോഴ്സുകൾക്ക് കൈനറ്റിക് എനർജിയൊക്കെ കൈനറ്റിക് എനർജിയൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, പക്ഷെ സെൻറ്റർ ഓഫ് മാസിന് വ്യത്യാസം ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം അങ്ങനെ വരില്ല, റൈറ്റ്? ഇനി എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതിനിപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് മാറാതിരിക്കാം, അങ്ങനെയൊക്കെ വരാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിനൊരു മാറ്റമില്ല. സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സെയിം ആയിരിക്കും, റൈറ്റ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോയ് കാർട്ട് ടൈഡ് ടു ദി എൻഡ് ഓഫ് ആൻ അൺസ്ട്രെച്ച്ഡ് സ്ട്രിങ് ഓഫ് ലെങ്ത് A when revolved moves in a horizontal circle of the radius 2a with time period t, with a time period t, right? Now the toy cart is speeded up until it moves in a horizontal circle of radius 3a with a time period t dash. If Hooke's law holds, then അതാണ് ഇവിടുത്തെ പോയിന്റ്. എന്ത്?
ഹുക്സ് ലോ ഹോൾഡ്സ്. ഹുക്സ് ലോ ഇവിടെ വാലിഡ് ആണ്. ഹുക്സ് ലോ പറയുന്നത് എന്താ? ഫോഴ്സ് ഓർ ദ സ്ട്രെസ് is proportional to strain or the extension produced. ഫോഴ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സ്ട്രെസ് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഹുക്സ് ലോ പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസ്, അതായത് റേഡിയസ് 2a ഉള്ളപ്പോൾ ആ സ്ട്രിങ്ങിൽ വന്ന എക്സ്റ്റൻഷൻ, ആ സ്ട്രിങ്ങിൽ വന്നേക്കണ എക്സ്റ്റൻഷൻ എത്രയാണെന്ന് നോക്കുക. ആ സ്ട്രിങ്ങിൽ വന്നേക്കണ എക്സ്റ്റൻഷൻ എത്ര ഇരിക്കും? 2a മൈനസ് a ആയിരിക്കും. അതായത് a എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിൽ നമ്മളിനി നോക്കേണ്ട ഫോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ m⍵r² ആണ്. അതായത് m⍵²r ആണ് നോക്കേണ്ടത്. അതായത് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ്. ഒരു മാസ് സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രിപ്പിറ്റൽ ഫോഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ആ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ഈ എക്സ്റ്റൻഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെ 2 കേസ് നമ്മുടെ കയ്യിലുണ്ട്. റൈറ്റ്. 2 കേസ് നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. ഒന്ന് റേഡിയസ് 2a ആണ്, മറ്റൊന്നിൽ റേഡിയസ് 3a ആണ്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇതിലിപ്പോൾ എഴുതി വെച്ചാണത് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ഉണ്ട്, m⍵²r പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് എക്സ്റ്റൻഷൻ കണ്ടുപിടിച്ചു. ഈ ഒമേഗയ്ക്ക് നമ്മൾ 2π/t കൊടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ റേഡിയസ് 2a വെച്ചിട്ട് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ അതുപോലെ തന്നെ m⍵⁻²r, അതായത് റേഡിയസ്. ഒമേഗ മാറും, ബിക്കോസ് ടൈം പീരീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ക്വസ്റ്റ്യനും, ടൈം പീരീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഒമേഗ അവിടെ മാറുന്നുണ്ട്. റൈറ്റ്. ഒമേഗ. ഇനി അടുത്ത കേസിൽ എക്സ്റ്റൻഷൻ എത്രയായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ 2a റേഡിയസിൽ മൂവ് ചെയ്യുന്ന ഈ പാർട്ടിക്കിൾ 3a റേഡിയസിലേക്ക് പോവുകയാണ്. സ്പീഡ് കൂട്ടുന്നതുകൊണ്ട് 3a റേഡിയസിലേക്ക് പോവുക. അപ്പോൾ ഇനി വന്ന എക്സ്റ്റൻഷൻ എത്രയായിരിക്കും? എല്ലാവർക്കും അറിയാം, 3a മൈനസ് 2a ആയിരിക്കും എക്സ്റ്റൻഷൻ. അതായത് a തന്നെയായിരിക്കും എക്സ്റ്റൻഷൻ. റൈറ്റ്. അപ്പോൾ അങ്ങനത്തെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നിൽ റേഡിയസ് 3a ആണ്, സെക്കൻഡ് കേസിൽ 3a ആണ്, ഫസ്റ്റ് കേസിൽ 2a ആണ്. ഇനി ഈ രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൻസർ നമുക്ക് കിട്ടും. റൈറ്റ്. നമുക്ക് വേണ്ട ആൻസർ നമുക്ക് കിട്ടും. അതായത് T' ആണ് കണ്ടുപിടിക്കേണ്ടത്. T' നമുക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. ഹുക്സ് ലോ വാലിഡാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുക്സ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ ഓർ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഹുക്സ് ലോ വാലിഡാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. റൈറ്റ്. ഇനി ഇതും അതുപോലെ തന്നെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തന്നെയല്ല, പക്ഷെ സംവാട്ട് പറയാം, കഴിഞ്ഞാലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. റൈറ്റ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പാർട്ടിക്കിൾ ഇസ് ഗിവൺ ആൻ ഇനീഷ്യൽ സ്പീഡ് u ഇൻസൈഡ് എ സ്മൂത്ത് സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r equal to 1 meter that it is just able to complete the circle. Acceleration of the particle when its velocity is vertical is. റൈറ്റ്. എന്താ പറയുന്നത്? ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഒരു സ്മൂത്ത് സ്ഫെറിക്കൽ ഷെല്ലിൽ വെച്ചിട്ടുണ്ട്, റേഡിയസ് 1 meter ആണ്. ഇസ് ജസ്റ്റ് ഏബിൾ ടു കംപ്ലീറ്റ് ദ സർക്കിൾ. വേർട്ടിക്കൽ സർക്കുലർ മോഷനാണ്. റൈറ്റ്. വേർട്ടിക്കൽ സർക്കുലർ മോഷൻ ആണെങ്കിൽ ജസ്റ്റ് ഫോർ ദ പാർട്ടിക്കിൾ ടു ജസ്റ്റ് കംപ്ലീറ്റ് ദി സർക്കിൾ, മിനിമം വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനിമം വെലോസിറ്റി √5gr ആയിരിക്കണം അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിൻറ്റ്. അതായത് u ഈക്വൽ ടു -√5gr ആയിരിക്കണം. ഇനി അവർ പറയുന്നത് വെലോസിറ്റി വെർട്ടിക്കൽ ആയിരിക്കുമ്പോൾ ആക്സലറേഷൻ എന്താണെന്നാണ്. വെലോസിറ്റി വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്, ഈ പാർട്ടിക്കിൾ കറങ്ങി ഇവിടം വരെ വന്നിട്ട് ഇവിടുത്തെ വെലോസിറ്റി, ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് v, ഈ v എന്തായിരിക്കും? അപ്പോൾ ഈ പൊസിഷനിൽ വരുമ്പോൾ നമുക്കറിയാം, ഒരു വെർട്ടിക്കൽ സർക്കിളിൽ ഈ പൊസിഷനിൽ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി √3gr ആണെന്ന് നമുക്ക് അറിയാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. NCERTയിലുള്ള കാര്യങ്ങളാണ്, NCERTയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ √3gr ആണ്.
ഇനി അവിടുത്തെ ഈ വെലോസിറ്റി കാരണം ഒരു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ എത്രയാണ്? v²/r. റൈറ്റ്, v²/r ആണ് അതിൻ്റെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. സോ അതെത്രയാണ് നമുക്ക് കിട്ടുക? 3v²/r നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. v²/r നമ്മൾ എടുക്കുകയാണെങ്കിൽ 3g നമുക്ക് കിട്ടും. റൈറ്റ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ 3g കിട്ടും നമുക്ക്. അതായത് √3gr² 3g r ആണ്, ബൈ r ചെയ്യുമ്പോൾ 3g കിട്ടും. ഇനി അവർ ആക്സലറേഷനാണ് ചോദിച്ചതാണ്. സോ നമ്മൾ എടുക്കുക നെറ്റ് ആക്സലറേഷനാണ് നമ്മൾ നോക്കുക. നമ്മൾ എടുക്കേണ്ടത് നെറ്റ് ആക്സലറേഷനാണ്. റൈറ്റ്, സെൻട്രിപിറ്റൽ ആക്സലറേഷനോ ടാൻജൻഷ്യൽ ആക്സലറേഷനോ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കേണ്ടത് നെറ്റ് ആക്സലറേഷനാണ്. കാരണം അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അവർ സെൻട്രിപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രിപിറ്റൽ മാത്രം നോക്കി ആൻസർ കൊടുത്താൽ മതി. പക്ഷെ അവർ ഓപ്ഷനിൽ ഇടും. ചിലപ്പോൾ ഇടും. എന്തിടും? സെൻട്രിപിറ്റൽ ആക്സലറേഷനും ഇടാം, ടാൻജൻഷ്യൽ ആക്സലറേഷനും ഇടാം. പക്ഷെ അവർ ആക്സലറേഷൻ എന്നാണ് പറഞ്ഞെങ്കിൽ നമ്മൾ നെറ്റ് എടുത്തേ പറ്റൂ. സോ ഇനി ഒരു ടാൻജൻഷ്യൽ ആക്സലറേഷനും കൂടി വേണം. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമുക്ക് 3g കിട്ടി. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആ പോയിന്റിൽ നോക്കുക. ആ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് mg ഫോഴ്സ് കിട്ടുന്നുണ്ട്. അതായത് അതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്. സോ അവിടെ വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് അതിൻ്റെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ. റൈറ്റ്, സോ ആ ടാൻജൻഷ്യൽ ആക്സലറേഷൻ വെച്ചിട്ട് നമ്മൾ g കിട്ടി. നമുക്ക് ടാൻജൻഷ്യൽ ആക്സലറേഷൻ g കിട്ടി, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമുക്ക് 3g കിട്ടി. ഇനി നെറ്റ് ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം വെക്ടർ സമ്മാണ് ചെയ്യുക. അതായത് at² പ്ലസ് ac², അതാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ കാണാം നമുക്ക് കിട്ടുന്ന ആൻസർ g√10 ആണ്. റൈറ്റ്, അതായത് g പുറത്തേക്ക് വരും കാരണം സ്ക്വയർ ഉണ്ട്. 3യുടെ സ്ക്വയർ 9 ആണ്. 3g² എടുക്കുമ്പോൾ 9g² പ്ലസ് g², 10g². അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 റൂട്ടിലുണ്ടാവും. g²ൻ്റെ g പുറത്തേക്ക് വരും. റൈറ്റ്, ബേസിക് മാത്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഇൻ എ സീരീസ് LCR സർക്യൂട്ട്. ആദ്യം തന്നെ സീരീസ് LCR സർക്യൂട്ട് റെസൊണൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ ശ്രദ്ധിക്കുക, ആ പോയിൻ്റ് അവിടെ ശ്രദ്ധിക്കുക. സീരീസ് റെസൊണൻറ്റ് LCR സർക്യൂട്ട്. റൈറ്റ്, പകുതി ക്വസ്റ്റ്യൻ ഈ പോയിൻ്റ് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞു. ദ വോൾട്ടേജ് അക്രോസ് R is 100 volt and the resistance is 1 kilo ohm with a capacitor of capacitance 2 microfarad. Right, the resonant frequency omega is 200 radian per second. At resonance the voltage across L is. വോൾട്ടേജ് അക്രോസ് L ആണ് ചോദിക്കുന്നത്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറാണ് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ LCR സർക്യൂട്ട്, സീരീസ് LCR സർക്യൂട്ട് ആണെങ്കിൽ നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് LCR സർക്യൂട്ട് റെസൊണൻസിലാണെങ്കിൽ ദ reactance of capacitance, capacitive reactance is equal to inductive reactance. റൈറ്റ്, അതായത് XC is equal to XL. ഇനി ഇതിൽ നിന്ന് തന്നെ നമ്മൾ വേറൊരു കാര്യം പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ is equal to വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ. റൈറ്റ്, അങ്ങനെ നമ്മളത് പറയും. സോ ഇനി അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇൻഡക്ടർ തന്നിട്ടില്ല, അതിനെ ക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഇൻഡക്ടറിൻ്റെ വാല്യൂ അങ്ങനെയൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ, ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാം. അത്രയും തന്നെയായിരിക്കും ഇൻഡക്ടറിൻ്റെ അക്രോസും വോൾട്ടേജ് ഡ്രോപ്പ്. റൈറ്റ്, അപ്പോൾ ഈ കണ്ടീഷൻ എന്തായാലും ഓർമ്മ വയ്ക്കണം.
റെസൊണൻസ് തന്ന് ഒരു സർക്യൂട്ട് റെസൊണൻസിൽ തന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ആൻഡ് കറണ്ട് സീരീസിൽ സെയിം ആയതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ഇൻഡക്ടർ. റൈറ്റ്. അപ്പം ഇതങ്ങനെ എന്നിട്ട് സോൾവ് ചെയ്തെടുക്കുക. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ. സോ അങ്ങനെ വെച്ചിട്ടത് ചെയ്തെടുക്കുക. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കുക. XC ഇസ് ഈക്വൽ ടു 1/ωc എന്നെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കറണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 100 വോൾട്ട് തന്നിട്ടുണ്ട് ബൈ 1 കിലോ, ദാറ്റ് ഈസ് 1000 ഓം തന്നിട്ടുണ്ട്. 0.1 ആണ് കറണ്ടിൻ്റെ വാല്യൂ. കറണ്ട് നമുക്ക് 0.1 കിട്ടിയിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് ഈ പറഞ്ഞ കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 250 ആയിരിക്കും. 250 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അതാണ് ഇതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ്. അതിൻ്റെ കാൽക്കുലേഷനൊന്നും ഞാൻ ചെയ്യണില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അധികം സമയമൊന്നും ആരുടെയിലും ഉണ്ടാവില്ല. സോ അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ, ബേസിക് മാത്സൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് അങ്ങനെ പറഞ്ഞ് പോണോണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ സ്ട്രെസ് ചെയ്യണില്ല. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ചിന്തിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. എന്നാൽ അധികം ചിന്തിക്കുകയും വേണ്ട, അങ്ങനത്തെ ഒരു ചോദ്യമാണ്. A ring of charge with radius 0.5 meter has 0.002 pi meter gap. അതായത് ഈ ഗ്യാപ്പിൻ്റെ ലെങ്ത്താണ് തന്നേണത്. 0.002 pi meter ഗ്യാപ്പ് ഇതാണ്. If the ring carries a charge of 1 coulomb, the electric field at the center is. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ രണ്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ചാർജ് എടുത്തു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസലായി പോകും. ഇപ്പോൾ ഈ റിങ് മൊത്തം ക്ലോസ് ചെയ്തൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറയും എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, അതായത് ഇതിൻ്റെ സെൻറ്ററിൽ 0 ആയേക്കാം, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലായി പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, ആ ഗ്യാപ്പിലൊന്നുമില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഉണ്ടാവും. സോ നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ചാർജുകൾ, അതായത് അത്രയും ഈ ലെങ്ത്തിലുള്ള ഈ ചാർജുകളുടെ ചാർജ് കണ്ടുപിടിക്കുക, എത്ര എമൗണ്ട് ചാർജ് ഉണ്ടെന്ന്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എടുത്തിട്ട് ആ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ്, ഇപ്പോൾ 1 കൂളം തന്നിട്ടുണ്ട്. 1 കൂളം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് 1/2πr. റേഡിയസും തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി നമുക്ക് കിട്ടി. ഇനി ഈ തന്ന ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ എത്ര ചാർജ് വരും, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1/2πr. ദാറ്റ് വിൽ ബി 1/π തന്നെ വരും, റൈറ്റ്? അത് എന്നിട്ട് മൾട്ടിപ്ലൈ 0.002 π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.002 കൂളം എന്ന് കിട്ടും, റൈറ്റ്? ഇനി അത് വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും ഫോർമുല അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് 1/4πε0 q²/r², റൈറ്റ്? q² വേണ്ട, q/r². q² എടുത്തു കഴിഞ്ഞാൽ അത് ഫോഴ്സ് ആയി പോകും, റൈറ്റ്? സോ q/r². അഗൈൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/4πε0 q/r². ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, അത് നോക്കി പഠിക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അവർ ചെയ്താണെന്ന് അത് തന്നെയാണ്. ദാറ്റ് ഈസ്, അവർ ആദ്യം ആ ലെങ്ത്തിനുള്ള ചാർജ് കണ്ടുപിടിച്ചിട്ട് ഇതാ 2 മില്ലി കൂളംന്ന് ചാർജ് കിട്ടിയവർക്ക്. എന്നിട്ട്
ഫോർമുലയിലിട്ട് സാധാ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണ പോലെ തന്നെ കണ്ടുപിടിച്ചു. അത്രേ ചെയ്യാനുള്ളൂ. റൈറ്റ്. അവർ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാനായിട്ട് അങ്ങനത്തെ ഒരു ഫിഗർ ഇട്ട് അങ്ങനെ ഒരു വാല്യൂ കാണിച്ചു തന്നു. പക്ഷെ ആ വാല്യൂ അങ്ങനെ തന്നത് ഭാഗ്യമായി, കാരണം പൈയൊക്കെ വെട്ടിപ്പോയി നല്ല സുഖമായിട്ടുള്ളൊരു വാല്യൂ ആണ്. റൈറ്റ്. 7.2 2 × 9 18 4 കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്യാൻസലായി പോവും. സുഖമായിട്ടുള്ളൊരു ആൻസർ കിട്ടുകയും ചെയ്യും. റൈറ്റ്. 0.5 തന്നിട്ടുണ്ട്. അതൊക്കെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഈ വാല്യൂ കിട്ടും. ബിക്കോസ് ഡെസിമലൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷനിൽ ചിലപ്പോൾ 7.2 7.5 7.6 അങ്ങനെയൊക്കെ ആയിരിക്കും ഇടുക അവർ. റൈറ്റ്. നൗ നെക്സ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓസിലേഷനിലെ ക്വസ്റ്റ്യൻ എന്താ? എ പാർട്ടിക്കിൾ ഇസ് സബ്ജക്റ്റഡ് ടു 2 simple harmonic motions along x and y directions according to whatever equations x equal to 3 sin 100 pi t and y equal to 4 sin 100 pi t. ഇനി നമുക്ക് ഇത് നോക്കാം. മോഷൻ ഓഫ് പാർട്ടിക്കിൾ വിൽ ബി എൻ എലിപ്സ് ട്രാവേഴ്സിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ക്ലോക്ക് വൈസ് ഡയറക്ഷനാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണോ എലിപ്സ് ആണോ എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് SHM ആണ്, 2 SHM ഉണ്ട്. അത് ചിലപ്പോൾ സർക്കുലറായി പോവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാം. അപ്പോൾ ആ ഷേപ്പിനെ കുറിച്ച് ഞാൻ ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. റൈറ്റ്. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ മോഷൻ ഓഫ് പാർട്ടിക്കിൾ വിൽ ബി ഓൺ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് 4/3. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ ആലോചിച്ചാൽ മതി. 4ഉം 3യുമാണ് വാല്യൂസ്, എക്സും വൈയും. അപ്പോൾ ആ 2 പാർട്ടിക്കിളിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ഒരു ആംപ്ലിറ്റ്യൂഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ അത് 5 ആണ്. 5 കിട്ടുകയാണ്. സപ്പോസ് 5 കിട്ടുകയാണ് എനിക്ക്. റൈറ്റ്. അങ്ങനെ കിട്ടുന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. റൈറ്റ്. അങ്ങനെ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആംപ്ലിറ്റ്യൂഡിലൊരു പാർട്ടിക്കിൾ ഞാൻ ഓസിലേറ്റ് ചെയ്താൽ അത് ആ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. ഏത് സ്ട്രെയിറ്റ് ലൈൻ? ഈ 2 പാർട്ടിക്കിൾസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ് അത് ഓസിലേറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സോ അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സ്ലോപ്പ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ. ഒരു ഗ്രാഫ് എന്നിട്ട് സ്ലോപ്പ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടാൻ തീറ്റയാണ് അതിൻ്റെ സ്ലോപ്പ്. അതെല്ലാവർക്കും അറിയാം. ദാറ്റ് വിൽ ബി 4/3. ഒബ്വിയസ്ലി 4/3 ബിക്കോസ് y കോമ്പണൻറ്റ് 4 ആണ്, എക്സിൽ 3 ആണ്. സോ 4/3 ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. ബാക്കിയുള്ള ഓപ്ഷൻ നിങ്ങൾ എക്സ് ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് 5 ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എക്സ് ആക്സിസിലായിരിക്കില്ല അത് ഓസിലേറ്റ് ചെയ്യുക. എക്സിനും വൈനും ഇടയ്ക്കായിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുക. സോ എക്സ് ആക്സിസിൽ 5 ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാൻ പറ്റില്ല, പറയുന്നുമില്ല. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മോഷൻസ് ഇസ് π/2 അങ്ങനെയും പറയുന്നില്ല. കാരണം ഫേസ് ഡിഫറൻസ് ഒന്നും ഇക്വേഷനിൽ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഫേസ് ഡിഫറൻസ് അവർ തന്നിട്ടുമില്ല. ഒക്കെ സൈനാണ്, 100 ആണ്, π ആണ്, t ആണ്. ഒന്നും അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഒന്നും അവർ തന്നിട്ടില്ല. സോ ഞാൻ അതൊന്നും നോക്കണില്ല. അപ്പോൾ 3 ഓപ്ഷൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ബി ഓപ്ഷൻ കിട്ടും. അഥവാ അതല്ല, ഇനി ഡയറക്റ്റ് ഒന്ന് സ്ലോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ബി ഓപ്ഷൻ തന്നെ കിട്ടും. റൈറ്റ്. ഇനി ഇതും ഒരു സാധാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്, വലിയ പണിയൊന്നും ചെയ്യാൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. A block of mass 1 kg is moving on the x-axis. A force F acting on the block is shown. ഒരു ഗ്രാഫ് വന്നുണ്ട് ഫോഴ്സിൻ്റെ. The velocity of the block at time t is equal to 2 seconds is -3 meter per second. What is the speed of the block at time t equal to 4 seconds? ഇതിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എന്താ കാണാനുള്ളത്? ഗ്രാഫിൽ ഫോഴ്സ് ഉണ്ട്, ടൈം ഉണ്ട്. സോ ഇനി നോക്കുക, ഇതിൻ്റെ ഏരിയ ഞാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് F/T എടുക്കുകയാണെങ്കിൽ അത് ഇമ്പൾസാണ്. റൈറ്റ്. F/T എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇമ്പൾസ്. എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം.
ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതായത് ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഇനീഷ്യൽ തന്നിട്ടുണ്ട്, ഫൈനൽ കണ്ടുപിടിക്കാനാണ് ജോലി. ഇനി അതിന് മുന്നേ ഇതിൻ്റെ ഏരിയ എടുക്കണം. ഏരിയ എടുക്കേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ്സ് തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുക. ഒന്ന് പോസിറ്റീവിലാണ്, ഒന്ന് നെഗറ്റീവിലാണ്. ആ സൈനും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഏരിയ എടുക്കാൻ. റൈറ്റ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പോർഷൻ്റെയും ഏരിയ സെയിം ആണ്, ബട്ട് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ അത് ക്യാൻസലായി പോയിട്ട് 0 ആയിരിക്കും. സോ 2 സെക്കൻഡ് തൊട്ട് 4 സെക്കൻഡ് വരെ നെറ്റ് ഫോഴ്സ് ഇസ് 0. നെറ്റ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഇസ് 0. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് 0 ആണ്. ടൈം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ഇമ്പൾസ് നിങ്ങൾക്ക് കിട്ടിയത് 0 ആണ്. ദാറ്റ് ഇസ് ഡെൽറ്റ പി ഓർ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇസ് 0. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 വെച്ചിട്ട് ഇനീഷ്യൽ മൊമെൻറ്റം നിങ്ങൾക്ക് അറിയാം എത്രയായിരിക്കും. ഫൈനൽ മൊമെൻറ്റത്തിൽ മാസ് നിങ്ങൾക്കറിയാം, അതിൻ്റെ വെലോസിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. റൈറ്റ്, അപ്പോൾ അതും ഒരു സിമ്പിൾ മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബാക്കിയുള്ളത് അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇനി വരിക ഫ്ലൂയിഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, ഫ്ലൂയിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ അവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 water pipes P and Q having diameter 2 × 10⁻² meter and 4 × 10⁻² meter respectively are joined in series with the main supply line of water. The velocity of water flowing in pipe P is. 2 പൈപ്പ് ഉണ്ട്, ഒന്ന് P ഒന്ന് Q. ഡയമീറ്ററൊക്കെ വേറെയാണ്, ഞാനിപ്പോൾ വരച്ചതിൽ അങ്ങനെ നിങ്ങൾ നോക്കുക. P ആണിത്, ഇത് Q ആണെന്ന് വയ്ക്കുക. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഒരു പർട്ടിക്കുലർ ടൈമിൽ ക്യൂവിൽ കൂടെ പോയ അത്രയും അമൗണ്ട് ഓഫ് വാട്ടർ അത്രയും തന്നെയായിരിക്കും പിയിൽ കൂടെ പോവുക. റൈറ്റ്, അതായത് റേറ്റ് ഓഫ് ഫ്ലോ രണ്ടിലും സെയിം ആയിരിക്കും. റൈറ്റ്, റേറ്റ് ഓഫ് ഫ്ലോ രണ്ടിലും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോള്യൂം ഓഫ് വാട്ടർ ഫ്ലോൺ പെർ യൂണിറ്റ് ടൈം സെയിം ആയിരിക്കും. ഇനി വോള്യൂം ഓഫ് വാട്ടർ പെർ യൂണിറ്റ് ടൈം ഫ്ലോണിന് നമ്മൾ വേറൊരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഏരിയ ഇൻറ്റു വെലോസിറ്റി. റൈറ്റ്, അതെല്ലാവരും പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഡയമീറ്ററൊക്കെ തന്നിട്ടുണ്ട്, അത് വെച്ച് ഏരിയ കണ്ടുപിടിക്കാം. പിന്നെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കാൻ, വെലോസിറ്റി, അങ്ങനെ മാത്സ് വെച്ചിട്ട് സിമ്പിൾ മാത്സാണ്, കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണു. വലിയ പാടുണ്ടായിരിക്കില്ല. റൈറ്റ്, അപ്പോൾ അതൊരു സാധാ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി വരുന്നത് ഒപ്റ്റിക്സിലൊരു ക്വസ്റ്റ്യനാണ്. അതായത് 2 thin equiconvex lenses, each of focal length 0.2 meter, are placed coaxially with their optic centers 0.5 meter apart. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. 0.5 meter apart ആണ് ലെൻസസ് ഉള്ളത്. 0.2 ഫോക്കൽ ലെങ്ത് ആണ്, 0.5 meter apart ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ചെയ്യാമെന്ന്. അതായത് 1/f = 1/f1 + 1/f2 എന്നുള്ള ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/f, ദാറ്റ് ഇസ് നെറ്റ് ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/f1 + 1/f2 മൈനസ് d/f1 f2. ഒന്നുകൂടി പറയാം, 1/f is equal to 1/f1 plus 1/f2 minus d/f1 f2. ഇതാണ് ഇതിൻ്റെ ഫോർമുല. സോ ഇനി നമുക്ക് എടുക്കാം 1/f = 1/0.2 plus 1/0.2 minus 0.5/0.2 into 0.2. അത് വെച്ച് നിങ്ങൾ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. റൈറ്റ്, നല്ലൊരു സാധാ
ഇക്വേഷൻ എടുത്ത് നല്ല പക്ക അതൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊരു മാത്സാണ്, ഫ്രാക്ഷനൊക്കെ വെച്ച് സിമ്പിൾ മാത്സാണ്. റൈറ്റ്, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടുക ഏകദേശം 0.25 മീറ്റർ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. റൈറ്റ്, ഇനി യെസ്, ഇതും നല്ലൊരു ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. എ യൂണിഫോം ഡിസ്ക് ഓഫ് മാസ് m and radius r is hinged at its center c. ഡിസ്ക് ആണ്, മാസ് m ആണ്, റേഡിയസ് r ആണ്. A force F is applied on the disk as shown. At this instant, angular acceleration of the disk is. ആംഗുലാർ ആക്സലറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഒരു ഫോഴ്സ് അതും അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഈ ഡിസ്കിൻ്റെ ആംഗുലാർ ആക്സലറേഷൻ എത്രയായിരിക്കുന്നു? ഒരു ഐഡിയ ഇല്ലേ? ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ഫോഴ്സ് അതിന് റിസോൾവ് ചെയ്യാം. ഈ ഫോഴ്സ് ഈ ലൈനിലല്ലേ പോകുന്നത്, സോ ഇതാദ്യം റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. ഫിഗർ നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 120 ആണ്. ട്രയാങ്കിൾ ആംഗിൾസും പ്രോപ്പർട്ടി വെച്ചിട്ട് അത് 30 ആണ്. സോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഈ കോമ്പണൻറ്റ്, താഴോട്ടുള്ള കോമ്പണൻറ്റ് എഫ് കോസ് 30 ആണ്. ഇതിന് ടാൻജൻഷ്യലായിട്ട് പോകുന്ന ഈ കോമ്പണൻറ്റ് എഫ് സൈൻ 30 ആണ്. റൈറ്റ്, ഇനി ഫോഴ്സ് റിസോൾവ് ചെയ്തു. എഫ് സൈൻ 30 ഇങ്ങോട്ടുണ്ട്. ഇനി പോയിൻറ്റ് സി, അതായത് സെൻറ്ററിൽ ടോർക്ക് എത്രയാണെന്ന് നോക്കുക. ടോർക്ക് എത്രയാണെന്ന് നോക്കുക നമ്മളെങ്ങനെയാണ്? ആർ ക്രോസ് എഫ് ആണ്. എഫ് ഇവിടെ തന്നിട്ടുണ്ട്, എഫ് സൈൻ തീറ്റ. എഫ് സൈൻ തീറ്റ ഇൻറ്റു റേഡിയസ് ഇസ് ദ ടോർക്ക്. ടോർക്കിന് വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പഠിച്ചേക്കണത് ആർ ക്രോസ് എഫ് എന്നാണ്. ഒന്ന് വേറെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ടോർക്ക് ഇസ് ഈക്വൽ ടു ടൗ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്, ആൽഫ ഇസ് ആംഗുലാർ ആക്സലറേഷൻ. ഇനി അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അതായത് എഫ് സൈൻ തീറ്റ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഐ എന്ന് പറയുന്നത് ഡിസ്ക് ആണ്, ഹാഫ് mr² ആണ്. അതിൻ്റെ ആക്സിസിൽ തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഹാഫ് mr² ഇൻറ്റു ആൽഫ. അതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആൽഫ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ബൈ mr എന്ന് കിട്ടും. റൈറ്റ്, ഇനി സെമി കണ്ടക്ടേഴ്സിലെ ഒരു ചോദ്യമാണ്. സെമി കണ്ടക്ടറിൽ പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നും ചോദിക്കാറില്ല. ഒന്നുമില്ലെങ്കിൽ ലോജിക് ഗേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഡയോഡ് ചോദിക്കും, അല്ലെങ്കിൽ സീന ഡയോഡ് ചോദിക്കും. അത്രയൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ അല്ലേ? ഇതും അതുപോലെയൊക്കെ തന്നെ. 2 identical PN junctions may be connected in series with a battery in 3 ways. 3 രീതിക്കാണ് കണക്ട് ചെയ്തിരുന്നത്. ആ 3 രീതി അവിടെ തന്നിട്ടുണ്ട്. The potential drops across the 2 PN junctions are equal in. ഇതിലെനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എനിക്കെന്നല്ല, ആർക്കും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. റിവേഴ്സ് 2 ഐഡൻറ്റിക്കൽ ഡയോഡ്സും ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇതിപ്പോൾ ഐഡിയലാണെന്ന് വിചാരിക്കുക, രണ്ടിലും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 ആയിരിക്കും. അതല്ല, രണ്ടും റിവേഴ്സ് ബയസ്ഡ് ആണ് കൊടുത്തേക്കണമെങ്കിൽ രണ്ടിലും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 ആവില്ല, മാക്സിമം ആയിരിക്കും. കാരണം കറൻ്റൊന്നും കടത്തി വിടില്ല. ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡിയൽ ഡയോഡാണെങ്കിൽ. റൈറ്റ്, ഐഡിയൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് ആവശ്യമില്ല. സോ അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ, രണ്ടും ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും. രണ്ടും റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും. ഒരെണ്ണം ഫോർവേഡ് ബയസ്ഡും ഒരെണ്ണം റിവേഴ്സ് ബയസ്ഡും ആണെങ്കിൽ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും. റൈറ്റ്, ആ പോയിൻ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് സർക്യൂട്ടിൽ PN ആണ്, അതായത് ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. പിന്നെ വരുന്നത് NP ആണ്, റിവേഴ്സായി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിഫറെൻ്റ് ആണ്. സെക്കൻഡ് സർക്യൂട്ടിൽ ഫസ്റ്റ് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്, സെക്കൻഡ് ഡയോഡും ഫോർവേഡ് ബയസ്ഡ് ആണ്. സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ്. തേർഡ് സർക്യൂട്ടിൽ രണ്ടും
റിവേഴ്സ് ബയസ്ഡ് ആണ്. സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇസ് സെയിം. അപ്പോൾ സർക്യൂട്ട് 2 and 3 the potential drop is same potential drop ആണ്. റൈറ്റ്. ഇനി യെസ്, 2 balls of mass m and 4m are connected by a rod of length L. The mass of the rod is small and can be treated as 0. 0 ആക്കി എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. 0 എടുത്തോ, 0 ആക്കി എടുക്കും നമ്മൾ. The size of the balls also can be neglected. അതിൻ്റെ സൈസ് നമ്മൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. We also assume the center of rod is hinged. Center of rod is hinged, but the rod can rotate about its center in the vertical plane without friction. What is the gravity-induced angular acceleration of the rod when the angle between the rod and the vertical line is theta as shown? Right, question മനസ്സിലായോ? ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 4m മാസുള്ള 2 ബോൾസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സൈസ് നെഗ്ലക്റ്റ് ചെയ്യാം, റോഡിൻ്റെ മാസ് നെഗ്ലക്റ്റ് ചെയ്യാം നമുക്ക്. ഈ റോഡ് എന്നിട്ട് ഒരു ഹുക്കിൽ കെട്ടി ഇട്ടേക്കുക. എന്നിട്ട് അതിനെ നമ്മൾ താഴോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യാം. വേർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേഷൻ വരാം ഇതിൽ. റൈറ്റ്. അപ്പോൾ ആ റൊട്ടേഷൻ വരുന്നത് ഗ്രാവിറ്റി ഇൻഡ്യൂസ്ഡ് ടോർക്ക് കാരണമാണ്. ഗ്രാവിറ്റി കാരണം അതിൽ വരുന്ന ആക്സലറേഷൻ ആണ് ടോർക്ക് വരിക. റൈറ്റ്. ഗ്രാവിറ്റി കാരണമാണ് ടോർക്കും ആംഗുലർ ആക്സലറേഷനൊക്കെ വരിക. റൈറ്റ്. സോ ഇനി നമുക്ക് തീറ്റ ആംഗിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഒരു പണി ഇതിൽ വരും. അതായത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക സിസ്റ്റത്തിൻ്റെ. അതായത് 4m, ഇത് L/2 ആണ്, ഇത് L/2 ആണ്. റൈറ്റ്. സോ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ 4m L/2² പ്ലസ് m L/2 ഹോൾ സ്ക്വയർ. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ 5/4 ml² എന്ന് നമുക്ക് നെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഇനി അടുത്ത പണി നമ്മൾ ചെയ്യാനുള്ളത് നെറ്റ് ടോർക്ക് കണ്ടുപിടിക്കുക. നെറ്റ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കുക, ഇവിടെ ടോർക്ക് ആഡ് ആവില്ല, ബട്ട് സബ്ട്രാക്റ്റ് ആവും. ബിക്കോസ് 4mൻ്റെ റൊട്ടേഷൻ ഇങ്ങോട്ടാണെങ്കിൽ എമ്മിൻ്റെ റൊട്ടേഷൻ ഇങ്ങോട്ടായിരിക്കും. ഒരു നെഗറ്റീവ് രീതിക്കാണ് അതുമ്മ ടോർക്ക് ആക്ട് ചെയ്യണം. അബൌട്ട് ദ സെൻറ്റർ ടോർക്ക് ആക്ട് ചെയ്യാൻ പോണത്. സോ നെറ്റ് ടോർക്ക് എടുത്തു കഴിഞ്ഞാൽ 4m കാരണമുള്ള ടോർക്ക് എടുത്തു കഴിഞ്ഞാൽ 4mg L/2 sin θ മൈനസ് mg L/2 sin θ. സബ്ട്രാക്ട് ചെയ്യണം, നെറ്റ് ടോർക്ക് സബ്ട്രാക്ട് ചെയ്യണം. ബിക്കോസ് അത് ഒപ്പോസിങ് ആണ്, രണ്ടിൻ്റെയും റൊട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെറ്റ് ടോർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ചെയ്യും. സോ 3mg L/2 sin θ, അതാണ് നെറ്റ് ടോർക്ക് നമുക്ക് കിട്ടുക. റൈറ്റ്. നെറ്റ് ടോർക്ക് അങ്ങനെയാണ് നമുക്ക് കിട്ടുക. സോ ടോർക്കിന് നമ്മൾ നേരത്തെ വേറൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായി, അതായത് I∝. I നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നെറ്റ് ടോർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൽഫയാണ് അവർ ചോദിച്ചത്. സോ 3mg L/2 sin θ is equal to 5/4 ml² alpha. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 6g sin θ/5L. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ടോർക്ക് ഇസ് ഈക്വൽ ടു I∝ ആൻഡ് നെറ്റ് ടോർക്ക് കണ്ടുപിടിക്കുക, നെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇനി in Young's double slit experiment, the intensity at a point where the path difference is λ/6, lambda being the wavelength of light used, is I. If I0 denotes the maximum intensity, I/I0 is equal to. Question ആണ്, പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്.
അവിടുത്തെ ഇൻറ്റൻസിറ്റി ഐ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഇൻറ്റൻസിറ്റി ഐ നോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഇൻറ്റൻസിറ്റിക്ക് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുള്ളത് ഐ ഈസ് ഈക്വൽ ടു ഐ നോട്ട് കോസ് സ്ക്വയർ 5/2. ഈ 5 ഇവിടെ ഉള്ളത് ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് ആണ് 5. പക്ഷെ നമുക്കിവിടെ ഫേസ് ഡിഫറൻസ് ഒന്നും തന്നിട്ടില്ല. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ പണി. അപ്പോൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഫേസ് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കെ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 5. ഈ കെ എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടാവും, വേവ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2π/λ, റൈറ്റ്. 2π/λ എന്നൊക്കെ പറഞ്ഞ് കെ വേവ് കോൺസ്റ്റൻ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ്. അതാണ് ഈ കെ. സോ 2π/λ ഇൻറ്റു ദി പാത്ത് ഡിഫറൻസ്, അതായത് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട് λ/6 ആണ്. ലാംഡ വെട്ടിപ്പോയി, π/3 ആണ് അതിൻ്റെ പാത്ത് ഡിഫറൻസ്, ഐ മീൻ ഫേസ് ഡിഫറൻസ്. π/3 ആണ് അതിൻ്റെ ഫേസ് ഡിഫറൻസ്. ഇനി ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. എന്തായിരുന്നു ഫോർമുല? ഐ ഈസ് ഈക്വൽ ടു ഐ നോട്ട് കോസ് സ്ക്വയർ 5/2, റൈറ്റ്. സോ ഈ കോസ് സ്ക്വയർ 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക? 5/2 എന്ന് പറയുമ്പോൾ 5 ഈസ് π/3. സോ 5/3/2 എന്ന് പറയുമ്പോൾ 5/6 ആയി, അതായത് കോസ് സ്ക്വയർ 30 ആയി, റൈറ്റ്. കോസ് സ്ക്വയർ 30. കോസ് സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ 30യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, 3/4 ആണ്. ബിക്കോസ് കോസ് 30 is √3/2. സോ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 3/4 കിട്ടും. സോ ഐ ഈസ് ഈക്വൽ ടു 3/4 ഐ നോട്ട്. ഇനി I/I നോട്ട് ഈസ് ഈക്വൽ ടു 3/4. ഇതാണ് അതിൻ്റെ ആൻസർ കിട്ടുക. 3/4 ആണ് അതിൻ്റെ ആൻസർ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുക. സോ ഇവിടെ ഓർമ്മ വയ്ക്കാനുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് കെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് പാർട്ട് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. ഇതാണ് ഇവിടെ നോക്കേണ്ട പോയിൻ്റ്. ഇനി ഇത് നല്ലൊരു വലിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? വലിയ ക്വസ്റ്റ്യനൊന്നുമല്ല, ഒരു പാവം പിടിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കാനായിട്ട് നമ്മൾ കാണിച്ചേക്കണത് A bead of mass m can slide without friction on a fixed circular horizontal ring of radius 3r. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് CA is 3r, റൈറ്റ്. നമുക്ക് എഴുതി പോവാം. CA is equal to 3r, റൈറ്റ്. CA 3r എന്ന് പറഞ്ഞിട്ടുണ്ട്. Having center at point C, the bead is attached to one of the ends of spring constant K. ഈ ബീഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്പ്രിങ് വേണം, അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നാച്ചുറൽ ലെങ്ത് ഓഫ് സ്പ്രിങ് ഇസ് R. അതിൻ്റെ നാച്ചുറൽ ലെങ്ത് R ആണ്. ആൻഡ് ദി അതർ എൻഡ് ഓഫ് ദ സ്പ്രിങ് ഇസ് ഫിക്സ്ഡ് അറ്റ് പോയിൻറ്റ് O as shown in the figure, right. If the bead is released from position A പൊസിഷനിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഈ ബീഡിനെ വിട്ട് കഴിഞ്ഞാൽ B പൊസിഷനിലെത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? നല്ലൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? അപ്പോൾ AC 3r റേഡിയസ് അവർ തന്നിട്ടുണ്ട്, റൈറ്റ്. AC 3r റേഡിയസ് തന്നിട്ടുണ്ട്. OC 4r എന്നാണ് അവർ തന്നിട്ടുള്ളത്. അവർ ഫിഗറിൽ AC 3r OC 4r തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് OA കണ്ടുപിടിക്കാം. OA എങ്ങനെ കണ്ടുപിടിക്കുക അല്ലേ? OA കണ്ടുപിടിക്കാൻ നമ്മൾ ചെറുപ്പത്തിലൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, 10ലും 9ലും 8ലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 4r 3r പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം പഠിച്ചിട്ടുണ്ട്. In a right angle triangle, the sum of the squares of height and base
ഇസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ഹൈപ്പോട്ടന്യൂസ്. ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ നമുക്ക് 5r കിട്ടും. റൈറ്റ്. സോ OA is 5r. ഇനി A പൊസിഷനിൽ നിന്ന് ഈ ബീഡ് അവിടെ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ B വരെ എത്തുമ്പോഴേക്കും ഈ സ്പ്രിങ് കംപ്രസ് ചെയ്താണ് പോകുന്നത്. കംപ്രഷനാണ് അതിൽ വരുന്നത്. റൈറ്റ്. കംപ്രഷൻ വരുന്നുണ്ട്. എത്ര കംപ്രഷൻ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര കംപ്രഷൻ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ B വരെ എത്തുമ്പോൾ ഇവിടെ 3r ആണ്, ബാക്കി 6 ആണ് ഇവിടെ ഉള്ളത്. വൺസ് മോർ OC 4r ആണ്. കംപ്രസ് ചെയ്ത് B പോയിൻ്റ് വരെ എത്തുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് OB ആയി മാറും. ആൻഡ് റേഡിയസ് BC ആണ്. ദാറ്റ് ഇസ് 3r. ബാക്കി സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് 6 ആയി മാറും. റൈറ്റ്. 5r ആയിരുന്നു സ്പ്രിങ്ങിൻ്റെ ഇനീഷ്യൽ ലെങ്ത്ത്. ആ ഇനീഷ്യൽ ലെങ്ത്തിൽ നിന്ന് 6ലേക്ക് അത് കംപ്രസ് ചെയ്ത് വന്നു. മനസ്സിലായോ? 5r നമ്മൾ കണ്ടുപിടിച്ചു. OA 5r ആണ്, പിന്നെ OB 6 ആണ്. അവിടേക്ക് OBയിലേക്ക് അത് ചുരുങ്ങി വന്നു. റൈറ്റ്. ആ ചുരുങ്ങിയപ്പോൾ അതിനെത്ര എനർജി പോയിട്ടുണ്ടാവും? ½ ഈ x എന്ന് പറയുന്നത് ഇവിടുത്തെ കംപ്രഷനാണ്. Δx എന്ന് കൊടുക്കാം നമുക്ക്. ½ അത്രയും എനർജി ആ സ്പ്രിങ്ങിൻ്റെ ലൂസായിപ്പോയി. ബിക്കോസ് അത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിലേക്കാണ് വരുന്നത്. ഒരു ഇലാസ്റ്റിക് എനർജി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചപ്പോൾ അതിലൊരു എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ലൂസ് ചെയ്ത് അതിൻ്റെ തിരിച്ചുള്ള പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ കംപ്രസ് ചെയ്ത് വരികയാണ്. ആ കംപ്രഷനിൽ അത് ലൂസ് ചെയ്യുന്ന എനർജി ഈ ബീഡിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. റൈറ്റ്. അപ്പോൾ എത്ര കംപ്രഷൻ വന്നിട്ടുണ്ട്? 4r കംപ്രഷൻ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇനീഷ്യലി 5r ആയിരുന്നു, ലാസ്റ്റ് 6 ആയി. അപ്പോൾ Δx ചേഞ്ച് ഇൻ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ 4r ആണ്. ഈ 4r കംപ്രഷനിൽ എത്ര എനർജി ലൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും എനർജി അതിന് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും, കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട്. റൈറ്റ്. കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് നമ്മളെടുത്തു കഴിഞ്ഞാൽ ½ Δx² വിൽ ബി ദി കൈനറ്റിക് എനർജി ഓഫ് ബീഡ്. റൈറ്റ്. ഇനി അപ്പോൾ ½ എന്ന് പറയുമ്പോൾ k തന്നെ കൊടുക്കാം. Δx 4r ആണ്. സ്ക്വയർ ചെയ്താൽ ½ 16r². 2 16 ക്യാൻസലായി പോകുമ്പോൾ 8 വരും. സോ ദ ഫൈനൽ ആൻസർ 8kr². ഇത്രയും കൈനറ്റിക് എനർജി ആയിരിക്കും ആ ബീഡിന് പോയിൻറ്റ് ബിയിലെത്തുമ്പോൾ കിട്ടുക. റൈറ്റ്. അതാണ് അതിൻ്റെ ആൻസർ. ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ OA കണ്ടുപിടിച്ചു, പിന്നെ ഇത് കംപ്രസ് ചെയ്ത് വരുമ്പോൾ OBയിലത്തെ ലെങ്ത്ത് 6 ആയി. ചേഞ്ച് ഇൻ ലെങ്ത്ത് നോക്കുക, 4r നോക്കി. ഈ ചേഞ്ച് വരാനായിട്ട് എത്ര എനർജി പോയിട്ടുണ്ട് അത് ½ ആയിട്ട് എടുക്കുക. x 4r കൊടുക്കുക. സോ 8kx² ലൂസ് ചെയ്തിട്ടുണ്ട് സ്പ്രിങ്. ഈ ലൂസ് ചെയ്ത 8kr² ആ ബീഡിന് കിട്ടിയിരിക്കണ കൈനറ്റിക് എനർജി ആയിരിക്കും യൂസിങ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ OA കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്ത് കണ്ടുപിടിച്ചു, എന്നിട്ട് കംപ്രഷനിൽ പോകുന്ന എനർജി കണ്ടുപിടിച്ച്, അതാണ് അതിൻ്റെ കൈനറ്റിക് എനർജി. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണു. ഇനി തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും തെറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. സോ എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.